ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കാർ 360. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഇലക്ട്രിക് കാറുമായിട്ടാണ്. അതാണ് എം ജിയുടെ കോമറ്റ്. 2974 മില്ലിമീറ്റർ നീളം മാത്രമേ കോമറ്റിനുള്ളൂ. വളരെ ചെറിയ ക്യൂട്ടായിട്ടുള്ള ഇലക്ട്രിക് കാർ എന്നാണ് എനിക്ക് കോമറ്റിനെ വിശേഷിപ്പിക്കാൻ തോന്നുന്നത്. എഞ്ചിനിലേക്ക് വരുമ്പോൾ വളരെ ചെറിയ എൻജിൻ സ്പേസാണ് ഇതിന് വന്നിട്ടുള്ളത്. 41 bhpയും 110 Nm ആണ് മോട്ടോറിൻ്റെ മാക്സിമം പവർ വന്നിട്ടുള്ളത്. ഒറ്റ ചാർജിൽ 230 കിലോമീറ്റർ ദൂരം വരെ കോമറ്റിന് സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വളരെ ഭംഗിയുള്ളത് കൊണ്ട് തന്നെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള കഴിവ് കോമറ്റിന് ഉണ്ട്. LED-യിലാണ് ഹെഡ്ലൈറ്റും DRLും ഫോഗ് ലൈറ്റും വരുന്നത്. പിന്നെ 2 ഹെഡ്ലൈറ്റിനും നടുവിലായി MG ലോഗോ ഉണ്ട്. അതിനുള്ളിലായിട്ടാണ് ചാർജിങ് പോയിന്റ് ക്രമീകരിച്ചിട്ടുള്ളത്. സൈഡിലേക്ക് വരുമ്പോൾ ഡ്രൈവർ സൈഡിൽ വലിയ വിൻഡോയും റിയറിൽ ചെറിയ വിൻഡോയും ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ റിയർ സീറ്റിൽ യാത്ര ചെയ്യുന്നവർക്ക് വിസിബിലിറ്റി കുറവായിരിക്കും. പിന്നെ 12 ഇഞ്ച് സ്റ്റീൽ വീൽസാണ് എല്ലാ വേരിയൻറ്റുകൾക്കും അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ബ്ലാക്ക് മിറേഴ്സും വിത്ത് ഇൻഡിക്കേറ്റേഴ്സും പിന്നെ വളരെ ഭംഗിയുള്ള ബോഡി ലൈറ്റ്സും കാണാം. പിന്നെ ടെയിൽ ലൈറ്റിന് സൈഡിലെ ഇലക്ട്രിക്കിൻ്റെ ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. റിയറിലേക്ക് വരുമ്പോൾ LED ടെയിൽ ലൈറ്റാണ് ഉള്ളത്. പിന്നെ വലിയൊരു ബൂട്ട് ഡോറും കാണാം. പിന്നെ വൈപ്പറും ഡീഫോഗറും ഇല്ല എന്നത് വലിയൊരു പോരായ്മയായി തോന്നുന്നുണ്ട്. പിന്നെ കോമറ്റിൻ്റെ ബാഡ്ജിങ്ങും EV എന്ന ബാഡ്ജിങ്ങും ഒക്കെ ബാക്കിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എക്സ്റ്റീരിയറിൻ്റെ വിശേഷങ്ങൾ. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു പ്രീമിയം ഫിനിഷുള്ള സ്പേസ് ഗ്രേ നിറമുള്ള ഇൻറ്റീരിയറാണ് കോമറ്റിന് നൽകിയിട്ടുള്ളത്. പിന്നെ വളരെ ഭംഗിയുള്ള സ്റ്റിയറിങ്ങും വിത്ത് കൺട്രോൾസും അതിന് പിന്നിലെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും കാണാം. അതിൻ്റെ തുടർച്ചയായിട്ടാണ് 10.25 ഇഞ്ച് വലിപ്പമുള്ള ടച്ച് സ്ക്രീനും വന്നിട്ടുള്ളത്. പിന്നെ MGയുടെ കോമറ്റ് ഒരു ഗിയർലെസ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഇതിന് ഗിയർ സെലക്ടർ ഡയറാണ് ഉള്ളത്. പിന്നെ മാനുവൽ AC കൺട്രോളിംഗ് സിസ്റ്റമാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിൻസീറ്റിലേക്ക് കയറാൻ കോമറ്റ് ഒരു 3 ഡോർ വാഹനമായതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഡോറിൽ കൂടി തന്നെ വേണം കയറാൻ. പിന്നെ റിയർ സീറ്റിലേക്ക് വരുമ്പോൾ അത്യാവശ്യം 10 ലക്ഷത്തിന് വാങ്ങുന്ന കാറുകൾക്ക് ലഭിക്കുന്ന ഫീച്ചേഴ്സൊന്നും കോമറ്റിന് ലഭിക്കുന്നില്ല എന്നത് വലിയൊരു പോരായ്മയാണ്. ആകെയുള്ളത് ഫിക്സഡ് ഹെഡ് റെസ്റ്റും പിന്നെ 50-50 സ്പ്ലിറ്റ് സീറ്റുമാണ്. പിന്നെ വളരെ ചെറിയ വാഹനമായതുകൊണ്ട് തന്നെ ഒട്ടും ബൂട്ട് സ്പേസ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ ഒതുങ്ങിയ കാറായതുകൊണ്ട് തന്നെ പാർക്കിങ്ങിലും ട്രാഫിക്കിലും ഒക്കെ വളരെ ഒതുങ്ങിയ സ്ഥലങ്ങളിലും കയറിപ്പോകുന്നത് വളരെ നല്ല കാര്യമായി തോന്നി. ബട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ വളരെ കുറവ് സ്പേസ് മാത്രമേ ഉള്ളത് എന്നത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. എന്തുതന്നെ ആയാലും ആർക്ക് വേണമെങ്കിലും ഒട്ടും തലവേദന ഇല്ലാതെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു വാഹനമാണ് കോമറ്റ്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും തന്നെയാണ് MG കോമറ്റ് നൽകിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനും വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.